ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു പോസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പ് വിട്ടിട്ടുണ്ട്. അതാരും നിസ്സാരമായി അവഗണിച്ചു കളയരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. വിശുദ്ധമായ റമദാൻ മാസമാണ്. സ്വദഖ കൊണ്ടും സകാത്ത് കൊണ്ടും മുഖരിതമാകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് നിങ്ങളുടെ അകമയിന്ന സഹായങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുക. ഒരിക്കലും തന്നെ വെറുതെയായി പോവുകയില്ല. അർഹമായ കൈകളിലേക്കാണ് എത്തുന്നത്. അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. വഹാബികൾ ഈ വിഷയത്തിൽ സുന്നി ആശയത്തിലേക്ക്, ഏതാണ് ആ വിഷയം, എല്ലാവരെയും ആ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികൾ ഒന്നിച്ചുണ്ടായ സമയത്ത് എല്ലാ വിഷയത്തിലും വന്നതുപോലെ ഒരുപാട് പണ്ഡിതന്മാരോട് അനാവശ്യമായി തർക്കിക്കുകയും അവരുടെയും നമ്മുടെയും പണം അനാവശ്യമായി ചെലവഴിപ്പിക്കുകയും സമയം അനാവശ്യമായി കളയുകയും ചെയ്തു. എത്രയെത്ര സംവാദങ്ങളാണ്, എത്രയെത്ര ഖണ്ഡനങ്ങളാണ് ഈ വിഷയത്തിന്റെ പേരിൽ നടത്തിയത്. വഹാബികൾ തൊള്ളയിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട്, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുസ്ലിമീങ്ങളെയാണ് അവരുടെ പേച്ചവാദത്തിലേക്ക് കൊണ്ടുപോയത്. ആ പേച്ചവാദങ്ങൾ കാരണം ഒരുപാട് മുസ്ലിമീങ്ങളെയാണ് അവർ നരകത്തിലേക്ക് എത്തിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ സുന്നിവാദത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. അന്ന് നിങ്ങൾ സുന്നിവാദം അംഗീകരിക്കാതെ നിങ്ങളുടെ വാദമാണ് ശരി, സുന്നികളുടെ വാദം ബിദ്അത്താണെന്നും അത് നരകത്തിലേക്കുള്ളതാണെന്നും പറഞ്ഞു. എന്നാൽ അന്ന് നിങ്ങൾ ഉന്നയിച്ച വാദമാണ് ഇപ്പോൾ ബിദ്അത്താണെന്ന് പറയുന്നത്. അന്ന് നിങ്ങൾ ഖണ്ഡനം നടത്തിയ, അന്ന് നിങ്ങൾ സംവാദം നടത്തിയ വാദം തെറ്റായിരുന്നുവെന്നും അത് ബിദ്അത്താണെന്നും അങ്ങനെ ചെയ്തവരെല്ലാവരും നരകത്തിലാണെന്നും പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ നേതാക്കളും പ്രവർത്തകരും നിങ്ങളുടെ മുൻപത്തെ വാദം അംഗീകരിച്ചവരായിരുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം തന്നെ അവർ ചെയ്തത് ബിദ്അത്തല്ലേ? മരണപ്പെട്ടു പോയ അവരെല്ലാവരെയും നരകത്തിലെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ? നിങ്ങൾ ഇനി എങ്ങനെ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും? എന്താണ് സംഭവം? നമുക്കതൊന്ന് കേട്ടു നോക്കാം. വളരെ കൃത്യമായി ഭാഷാപരമായും മതപരമായി കൊണ്ടും മാസം കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണണം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണണം. അതല്ലാതെ കണക്ക് കൂട്ടി കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന രീതി ഒരിക്കലും ശരീഅത്ത് പഠിപ്പിച്ചിട്ടില്ല. അത് ശരീഅത്തിലേക്ക് പുതുതായി കൊണ്ട് കടത്തിക്കൂട്ടപ്പെട്ട ഒരു സംഗതിയാണെന്നാണ് പണ്ഡിതന്മാർ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. ബിദ്അത്തായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, അതിലൊരിക്കലും ഖൈറില്ല. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തന്നെ ചിന്തിക്കുക. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു വഹാബി നേതാവിൽ നിന്ന് ഇത്തരം ഒരു സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഉണ്ട് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് എനിക്കറിയാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് മാസപ്പിറവി കാണണം, എന്നാലേ മാസം ഉറപ്പിക്കാൻ കഴിയൂ, എന്നാലേ നോമ്പനുഷ്ഠിക്കാൻ കഴിയൂ, എന്നാലേ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ സുന്നി പണ്ഡിതന്മാരെ പയഞ്ചന്മാരാണെന്നും അവർ അന്ധമായി പലരെയും അനുകരിക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രവർത്തനങ്ങളും ചെയ്തികളും ബിദ്അത്താണെന്നും ആ ബിദ്അത്ത് ചെയ്ത സുന്നി പണ്ഡിതന്മാർ നരകത്തിലാണെന്നും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ പറയുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ മാസപ്പിറവി ദർശിക്കണം, അല്ലാതെ കണക്കനുസരിച്ചുകൊണ്ട് മാസം ഉറപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള വാദങ്ങളുമായി
ആരെങ്കിലും വന്നാൽ അവൻ പുത്തൻവാദിയാണ്, അവന്റെ പുത്തൻവാദം നരകത്തിലേക്കുള്ള വാദമാണ്, അവൻ നരകത്തിൽ എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020 വരെയുള്ള വഹാബികൾ നരകത്തിലാണെന്നാണ് ഈ വഹാബികൾ തന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ ഇവർക്ക് വലിയ ആവേശമാണ്. മുസ്ലിമീങ്ങൾ നരകത്തിന്റെ വക്താക്കളാണെന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് വലിയ ആവേശമാണ്. ആ ആവേശം ഇവരെ അവസാനം എത്തിക്കുന്നത് നരകത്തിന്റെ പടുകുഴിയിലേക്കാണ്. ഇങ്ങനെയാണ് എല്ലാ വിഷയത്തിലും അവർ സ്വീകരിച്ച നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സർവ്വകാര്യങ്ങളെയും അവർ തള്ളിപ്പറയുകയും അവരുടെ മൗലവിമാരുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിച്ചുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നവരാണ് ഈ വഹാബികൾ. അതുകൊണ്ടാണല്ലോ വഹാബി മൗലവിയായ ജബ്ബാർ മൗലവി ജിന്നുപൂജയുമായി വന്നപ്പോൾ ആ ജിന്നുപൂജയിലേക്ക് പലരും പോയത്. അമാനി മൗലവി ദേവി പൂജക്കും ശവപൂജക്കും സിഹ്ർ എന്ന ഓമന പേരിട്ടുകൊണ്ട് അതിനുത്തരം കിട്ടുമെന്നും അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ലെന്നും പറഞ്ഞു വന്നപ്പോൾ അതണ്ണാക്ക് തൊടാതെ വീങ്ങാൻ വഹാബികളെ കിട്ടിയത്. അതുപോലെ തന്നെ ഏതോ ഒരു അന്തമില്ലാത്ത മൗലവി മഹാന്മാരോടുള്ള ഇസ്തിഗാസ, അത് ജീവിച്ചിരിപ്പുള്ളവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ അവരോടുള്ള ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ ആവേശത്തോടുകൂടി തെരുവിലിറങ്ങിക്കൊണ്ട് മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണെന്ന് പറയാനുള്ള തന്റെ ഇടം കാണിച്ചത് ഇതിന്റെ പേരിലാണല്ലോ. അതുപോലെ തന്നെ ഏതോ മൗലവിമാര് വന്ന് പറഞ്ഞു തറാവീഹ് നിസ്കാരം 8 റക്അത്തേ ഉള്ളൂ എന്ന്, വേറൊരു മൗലവി വന്ന് പറഞ്ഞു 11 റക്അത്തേ ഉള്ളൂ എന്ന്. അതിന് റമദാനിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ തെളിവുകളുമായിട്ടാണ് അവർ വന്നത്. പൊട്ടന്മാരായ വഹാബികൾക്ക് റമദാൻ ഏതാണെന്നറിയില്ല, റമദാൻ അല്ലാത്ത സമയം ഏതാണെന്നറിയില്ല. പിന്നീട് നമ്മൾ കേട്ടത് സക്കരിയ മൗലവിയെ പോലെയുള്ള മൗലവിമാർ 20 റക്അത്ത് നിസ്കരിച്ചാലും കുഴപ്പമില്ല, 20 റക്അത്ത് നിസ്കരിച്ചതായിട്ടും തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ 20 റക്അത്ത് നിസ്കരിച്ചവരെ പുത്തൻവാദികളെന്ന് നമ്മൾ വിളിക്കാൻ പാടില്ല. അതുവരെ വിളിച്ചിരുന്നത് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവർ നരകത്തിൽ പോകുമെന്നാണ്, പുത്തൻവാദികൾ എന്നാണ്. എന്നാൽ പിന്നീട് നമ്മൾ കേട്ടത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിക്കുന്നവർ പുത്തൻവാദികളല്ല, അവർ നരകത്തിലല്ല, അവർ ഇസ്ലാമിന്റെ വക്താക്കളാണെന്നാണ്. അതുപോലെ തന്നെ നാരിയത്ത് സ്വലാത്ത് വിഷയത്തിലും അതുപോലെ മഹാന്മാരോടുള്ള ഇസ്തിഗാസ വിഷയത്തിലും നമ്മൾ കേട്ടത് അതൊന്നും ശിർക്കാണെന്ന് പറയാൻ പാടില്ല. കാരണം സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മഴ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിൽ ചെന്നുകൊണ്ട് നബിയെ ഞങ്ങൾ മഴയില്ലാതെ വിഷമിക്കുകയാണ് നബിയെ, ഞങ്ങൾക്ക് മഴ വേണം നബിയെ, അതുകൊണ്ട് അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യണം നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബാക്കൾ പറഞ്ഞതായി തെളിവുണ്ടെന്ന് പല മൗലവിമാരും, അതേ ഫൈസൽ മൗലവി അടക്കമുള്ള പല വഹാബി മൗലവിമാരും പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. ഇങ്ങനെയാണ് വഹാബികൾക്ക് വൈകിയേ വെളിപാടുണ്ടാകൂ. കാരണം വൈകി ഓടുന്ന ട്രെയിന് പോലെയാണ് വഹാബികളുടെ ബുദ്ധി. ഇനിയെങ്കിലും മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത് നിർത്തി നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ നന്നായി പഠിക്കുക, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.